അന്നൊരു ഓശാന ഞായറാഴ്ചയാണ് ഞങ്ങൾ പള്ളിയിൽ പോയി കുർബാനയും കണ്ട് കുരുത്തോലയും യേശുവിൻ്റെ ഫോട്ടോയും വാങ്ങി. അതിനുശേഷം ഞങ്ങൾ ദുബായിലുള്ള അൽക്കവനേജ് പ്ലേസിലുള്ള പ്രോമിസ് ബ്രിഡ്ജ് കാണാൻ പോയി. ആദ്യം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു റൂട്ടിൻ്റെ കാര്യത്തിൽ. എങ്കിലും കോളേജ് പഠിക്കുമ്പോൾ മുതൽ ഈ വാലന്റൈൻസ് വീക്ക്, പ്രോമിസ് ഡേ വരുമ്പോഴൊക്കെ എനിക്ക് ഈ പ്രോമിസ് ബ്രിഡ്ജ് പോകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ വേറൊരു പ്രോമിസ് ബ്രിഡ്ജ് ഗൂഗിളിൽ കണ്ടത് ജർമ്മനിയിലാണ്. ഫൈനലി വി റീച്ച് ടു ദ ഡെസ്റ്റിനേഷൻ. ഞങ്ങൾ പോയതൊരു ഈവനിങ് ടൈമിലായിരുന്നു. ഭയങ്കര റൊമാൻറ്റിസൈസിങ് ഫീലുള്ളൊരു സ്ഥലമാണ്. അവിടെ മോസ്റ്റ്ലി ഓൾ ടൈപ്സ് ഓഫ് പീപ്പിൾ വരാറുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന 2 അരയന്നത്തെയാണ് കണ്ടത്. അവിടെ ചുറ്റിനും വെള്ളമാണ്. അതിൻ്റെ നടുവിൽ ക്രോസ് ആയിട്ടാണ് ഈ ബ്രിഡ്ജ് വരുന്നത്. ആ ബ്രിഡ്ജിൽ ഒരുപാട് ലോക്സ് ഉണ്ട്. അതിൽ പേര്, ലവ്, ഡേറ്റ് എഴുതിയിട്ടുള്ള ഒരുപാട് ലോക്സ് ഉണ്ട്. അതിൽ വെറൈറ്റി ഒരു ലോക്ക് കണ്ടത് മൂങ്ങയുടെ രൂപത്തിലുള്ള ലോക്കാണ്. അത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. പണ്ട് കുട്ടിച്ചാത്തൻ്റെ സീരിയലിൽ അവർ പിടിച്ചിരിക്കുന്ന വടിയിൽ ഇങ്ങനെ ഒരു സിമിലർ സാധനം കണ്ടതായി ഞാൻ ഓർക്കുന്നു. അങ്ങനെ ബ്രിഡ്ജിൽ മറ്റ് കാഴ്ചക്കാരെ ശല്യം ഉളവാക്കി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആ ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, അവർ ഞങ്ങൾ ഫോട്ടോസ് എടുത്ത് കഴിയുന്നിടം വരെ അവിടെ അക്ഷമരായി തുടർന്നു എന്നുള്ളതാണ്. അങ്ങനെ സന്ധ്യയുടെ തണുപ്പും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. കിളികളുടെ ഒച്ചയും വാം ലൈറ്റും ഒക്കെ കൂടി ആയപ്പോൾ നല്ലൊരു ഫീലായിരുന്നു. പിന്നെ അവിടെ നിന്നപ്പോൾ ജയൻ രവി ഹൻസിക പേരായിട്ടുള്ള എങ്കേം കാതൽ മൂവിയിലുള്ള പ്രോമിസ് ബ്രിഡ്ജിൽ പോയിട്ടുള്ള സീനൊക്കെ ഞാൻ എൻ്റെ ഓർമ്മയിൽ ചകഞ്ഞെടുത്തു. അതിനുശേഷം വേറൊരു കാര്യം കണ്ടത് 2 താറാവ് വെള്ളത്തിൽ നീന്തി കളിക്കുന്നതാണ്. നാട്ടിൽ എത്ര താറാവിനെ കണ്ടാലും മൈൻഡാക്കാത്ത ഞാൻ അവിടെ ചെന്ന് അതിനെ കണ്ടപ്പോൾ വളരെ അത്ഭുതത്തോടെ നോക്കിപ്പോയി. പിന്നെ വെള്ളത്തിൻ്റെ നടുവിലായി ഒരു ഓപ്പൺ ഡൈനിങ് പ്ലേസ് ഉണ്ടായിരുന്നു. അതിൽ ഫുൾ ഓഫ് ലോക്കൽസ് ആണ് കാണാൻ പറ്റിയത്. ശേഷം അതിൻ്റെ ഉള്ളിൽ മോളിൽ പോയി കുറേ ഷോപ്സൊക്കെ കയറി കണ്ടു. സാധാരണയിൽ കൂടുതൽ എക്സ്പെൻസീവായ സ്ഥലമായില്ല. ഞങ്ങളൊന്നും വാങ്ങിയില്ല. അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ബട്ട് വി റിമൈൻഡ് ആസ് ടു ഫ്രീ ആയിട്ട് കിട്ടുന്ന ബാത്റൂം സർവീസ് യൂസ് ചെയ്തു. പിന്നെ 2 പെർഫ്യൂംസ് സ്മെല്ല് ടെസ്റ്റ് ചെയ്തു. പിന്നെ അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിപ്പോയിരുന്നു. ഞങ്ങൾ മോളിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നൈറ്റ് ആയിരുന്നു. ബിക്കോസ് അപ്പോഴാണ് നമുക്ക് കൂടുതലും ആൾക്കാരെ കാണാൻ പറ്റിയത്. ബിക്കോസ് ഒരു നൈറ്റ് ടൈമിൽ പോകാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ ഗൈസ്, ദുബായിലുള്ള ആൾക്കാരാണെങ്കിൽ യു മസ്റ്റ് ഹാവ് ടു വിസിറ്റ് ദാറ്റ് പ്ലേസ്. റീസെൻ്റ്ലി മാരീഡ് കപ്പിളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച. അങ്ങനെ എൻ്റെ ചെറിയ വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. If you enjoy this video, hit the subscribe button and turn on notification. Thank you.